റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ പശ്ചിമ ബംഗാളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ. കൊൽക്കത്തയിൽ മതിലിടിഞ്ഞ് ഒരാൾ മരിച്ചു. പശ്ചിമ ബംഗാളിൽ തീരമേഖലയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിതിൻ, എങ്ങനെയാണ് ഈ സംസ്ഥാനങ്ങളിലെ മഴ? അവിടെ കടുത്ത വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ടോ? കൂടുതൽ ദുരിതങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പ്രവിധ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ കൊൽക്കത്തയിലും പലയിടങ്ങളിലും അതിശക്തമായ മഴ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. നോർത്ത് 24 പർഗാന, ഹൗറ, ഹുഗ്ലി അടക്കമുള്ള പലയിടങ്ങളിലും ശക്തമായ മഴ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ റമാൽ ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെയാണ് മതിൽ ഇടിഞ്ഞു വീണ് ഒരാൾ കൊൽക്കത്തയിൽ മരിച്ചൊരു സാഹചര്യമുള്ളത്. നിരവധി നാശനഷ്ടങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീഴുകയും അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ദുരന്ത നിവാരണ സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും ക്യാമ്പ് ചെയ്താണ് ഇപ്പോൾ ഈ നാശനഷ്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും മറ്റ് നടപടികളിലെല്ലാം തന്നെ കടന്നിരിക്കുന്നത്. എന്തായാലും ഇതുവരെ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള കണക്കുകൾ ദേശീയ ദുരന്ത നിവാരണ സേന അല്പസമയത്തിനകം പുറത്തുവിടും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ജാഗ്രത പാലിക്കണമെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ അസം, ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിശക്തമായ മഴയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല കൊൽക്കത്തയിലെ പലയിടങ്ങളിലും ഇപ്പോഴും ശക്തമായ മഴ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.